ഈ ഒരു സംഭവം വീട്ടിലുണ്ടോ? എങ്കില് നമുക്ക് അടിപൊളി ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഡയറ്റ് എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് ഒഴിവാക്കിയേക്ക്. ഈ റീൽസ് തന്നെ അങ്ങ് സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ ട്ടോ. അല്ലെങ്കില് ഡയറ്റൊക്കെ മറന്ന് നമ്മളിതിങ്ങനെ കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ബട്ടർ മെൽറ്റാക്കിയ പാത്രത്തില് ഇതങ്ങോട്ട് വെച്ച് കൊടുക്കണം. മേളില് കുറച്ച് പഞ്ചസാരയും കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ട്ടോ. 2 സൈഡും ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട്. ഇതുപോലെ ഒന്ന് വെന്ത് ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോഴേക്കും നമുക്കിത് പാനീന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റണം. ഇതുപോലെ അതായത് മൊരിഞ്ഞ് അതൊന്ന് ഇളകി വരണം. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ആ ഒരു സമയമാകുമ്പോഴേക്കും എടുത്ത് മാറ്റണം ട്ടോ. ഇനി അതേ പാനിലോട്ട് തന്നെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഈ പാലൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊക്കോ പൗഡർ ഒരു 2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. കോൺഫ്ലോർ 1 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ട് കുറച്ചൊന്ന് തിക്കായി വരുമ്പോഴേക്കും അതിലേക്ക് മധുരത്തിന് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരുപാട് തിക്കാക്കുന്നില്ല. കുറച്ച് തിക്കാവുമ്പോഴേക്കും ആ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന പംകിനകത്തോട്ട് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുക. എൻ്റെ പൊന്നോ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം. ഡയറ്റ് ആണ്. അപ്പോൾ എങ്ങനെ ട്രൈ